ജാസ്മിൻ്റെയൊക്കെ വെറുപ്പീര് തന്നെ. അതായത് ആ ഒരു എനിക്ക് ആദ്യം യൂട്യൂബിൽ വ്ളോഗറായിരുന്നപ്പോൾ ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ ടിപ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വാച്ച് ചെയ്യായിരുന്നു. ബിഗ് ബോസിൽ വന്നതിന് ശേഷം വെറുത്ത് ഭയങ്കര ബോറാക്കി കളഞ്ഞു. ഇനി പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു വ്ളോഗിലേക്ക് വന്നാലും ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. കാരണം നമസ്കാരം ചേച്ചി, എന്താ പേരെന്താ? അഞ്ചു. ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണാറുണ്ട്? സ്ഥിരമായിട്ട് ഇപ്പൊ കുറച്ചൊരു 2 weeks ആയിട്ട് ചെറുതായിട്ട് നല്ല അഡിക്റ്റഡ് ആയിട്ട് കാണുന്നുണ്ട് അല്ലേ? അങ്ങനെ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ജാസ്മിൻ്റെയൊക്കെ വെറുപ്പീര് തന്നെ. അതായത് ആ ഒരു എനിക്ക് ആദ്യം യൂട്യൂബിൽ വ്ളോഗറായിരുന്നപ്പോൾ ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ ടിപ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വാച്ച് ചെയ്യായിരുന്നു. ബിഗ് ബോസിൽ വന്നതിന് ശേഷം വെറുത്ത് ഭയങ്കര ബോറാക്കി കളഞ്ഞു. ഇനി പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു വ്ളോഗിലേക്ക് വന്നാലും ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. കാരണം ഇനിയിപ്പോൾ എത്രയൊക്കെ ആള് വ്ളോഗിലേക്ക് തിരിച്ചു വന്നാലും ആ ഒരു ഇത് വെച്ചിട്ട് എല്ലാവരും കാണുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പേഴ്സണലി കാരണം ആ ഒരു സ്റ്റാൻഡേർഡ് ഇനി കിട്ടും തോന്നുന്നില്ല. എന്നുവെച്ചാൽ വേർഡ്സ് ആണെങ്കിലും ആളുടെ ആറ്റിറ്റ്യൂഡൊക്കെ ആണെങ്കിലും നമ്മൾ അതിൽ കണ്ടതിൽ എൻ്റെ ഡിഫറെൻ്റ് ആയിരുന്നു. ബിഗ് ബോസിൽ വന്നപ്പോൾ ഭയങ്കര ബോറായി. ബിഗ് ബോസിലേക്ക് വരുമ്പോൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു ജാസ്മിന്. എനിക്ക് കണ്ടസ്റ്റന്റ് ആണെന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ ആ ഒരു സാധനം കീപ്പ് ചെയ്യുന്നു വിചാരിച്ചു. പക്ഷേ ബിഗ് ബോസ് ഇത്രയും ഉണ്ടായിരുന്ന സീസണിൽ എനിക്ക് തോന്നുന്നു ഒരു കണ്ടസ്റ്റന്റിന് എല്ലാവരും ഇത്ര ആളോടുള്ള ഇഷ്ടക്കേടും കൊണ്ടായിരിക്കും ചിലപ്പോൾ എല്ലാവരും ഇത് കണ്ടു തുടങ്ങണം തന്നെ എനിക്ക് തോന്നുന്നു. അല്ല, ആള് വന്നപ്പോ തൊട്ട് ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഫുള്ള് ബോറിംഗ് ആയിട്ട് കാണിക്കണേ. പിന്നെ പാട്ടിറക്കുക അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷെ കുറച്ചുകൂടെ ഒക്കെ മനസ്സ് സ്കിപ്പ് ചെയ്യാൻ തോന്നാറുണ്ട്. അതാണ് നിങ്ങളുടെ അഭിപ്രായം അല്ലേ? ഗബ്രിയെ കുറിച്ചോ? അത് പിന്നെ പുള്ളിക്കാരിനെ പറയുമ്പോ തന്നെ അതിന്റെ വാലായിട്ടുണ്ട്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്നാലും ഇപ്പൊ ഇഷ്ടം തോന്നിയ ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടാവുമല്ലോ, നല്ല ജെന്യുവൻ ആണെന്ന് തോന്നിയത് ആരാണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ സീസൺ 6 ഇഷ്ടപ്പെട്ടൊരു കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ആരുമില്ല. എല്ലാവരും എന്താ പറയാ, നമ്മൾ മുന്നേ കണ്ട സീസണുകളെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു രീതിയിൽ ഒരു ഇഷ്ടം തോന്നുന്ന ആരും ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഏത് മൈൻഡിലാണെങ്കിലും കുറച്ചുകൂടെയൊക്കെ കളിയിൽ കപ്പടിക്കണം എന്നുള്ളതിൽ കളിക്കണത് ജിൻഡോ. എനിക്ക് സിബിനെ ഇഷ്ടമായിരുന്നു. ചെറിയൊരു ഇഷ്യൂ വന്നിട്ട് പുള്ളി ഔട്ടായി പോയി. പൂജേനെ ഇഷ്ടമായിരുന്നു, ആളും ചെറിയ ഇഷ്യൂ ആയിട്ട് പോയി. ഇപ്പം ബാക്കിയുള്ള എല്ലാം സെയിം ലെവൽ തന്നെയാണ്. നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, നല്ല ഗെയിമും ആയിരുന്നു. പക്ഷെ പുള്ളി മെന്റലി ഭയങ്കര ഡൗൺ ആയി പോയി. പുള്ളിനെ പുറത്ത് ആക്കിയതാണെന്നുള്ളതാണ് പറയുന്നത്. അതെ. പക്ഷെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോ ഇന്നത്തെ ബൈറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആള് ക്വിറ്റ് ചെയ്തതല്ല, അല്ലാതെ തന്നെ ഇതായതാണെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒക്കെ കാത്തിരുന്ന് കാണാം അല്ലേ, ജാസ്മിന്റെ പോരാട്ടം അവിടെ വരെ എത്തുന്നുള്ളതും ആര് വിന്നറാവുന്നുള്ളതൊക്കെ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. എന്തെങ്കിലും പേര് ഗംഭീരമായിട്ടാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള എന്താ പറയുക ജെനുവിനായ വാക്കുകളാണ് ഞാൻ കേട്ടത്. നല്ല പ്രേക്ഷക എന്നുള്ളതിൽ പ്രേക്ഷകരെല്ലാം അറിയട്ടെ നിങ്ങളുടെ ജെനുവിനായിട്ടുള്ള വാക്കുകൾ. ഒരുപാട് സന്തോഷം. ചേട്ടാ